ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേബീസിനൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻഫൻറ്റ് ഫോർമുല മിൽക്കായ സിമിലാക്ക് പ്ലസിനെ കുറിച്ചാണ്. അതിൽ വരുന്ന കണ്ടൻസ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി, അതിൻ്റെ ഗുണങ്ങൾ, അതിൽ വരുന്ന ഓരോ സ്റ്റേജിലെയും മാറ്റങ്ങളൊക്കെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് തന്നെ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതുപോലുള്ള ഫോർമുല മിൽക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് നമ്മുടെ ബേബീസിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ഇമ്മ്യൂണിറ്റി, ഗ്രോത്ത് സപ്പോർട്ട് എന്നിവയ്ക്ക് വളരെ സഹായകമാകുന്ന പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫോർമുല മിൽക്ക് കൂടിയാണ്. ഇനി നിങ്ങൾക്ക് സിമിലാക്കിൻ്റെ കുറച്ച് കണ്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ബേബീസിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ DHA, അതുപോലെ തന്നെ അറാക്കിഡോണിക് ആസിഡ്സ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഐ ഗ്രോത്തിനും അതുപോലെ വിഷ്വൽ ഡെവലപ്മെൻറ്റിനും ആവശ്യമായ ലൂട്ടീൻസ് വരുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി വൈറ്റമിൻ ഇ ഉണ്ടാകും. പിന്നെ നെർവസ് സിസ്റ്റം ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ട് ഒമേഗ 3 ആൻഡ് 6 ഫാറ്റി ആസിഡ്സ്. പിന്നെ വരുന്നതാണ് HMO ന്യൂക്ലിയോടൈഡസ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടൻറ്റാണ്. പിന്നീട് വരുന്നതാണ് അയേൺ, സിങ്ക്, ലോഡിങ്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കണ്ടൻസാണ്. അതായത് നമ്മുടെ ബേബീസിൻ്റെ ഹെൽത്ത് ഗ്രോത്തിനും ബ്ലഡ് ഫോർമുലേഷൻസിനൊക്കെ വളരെ സഹായിക്കുന്ന കുറച്ച് കണ്ടൻസാണ്. ഇതിൽ അയേണിൻ്റെ ഒരു ആവശ്യം വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ ഹോമോഗ്ലോബിൻ നിർമ്മിക്കാൻ പ്രധാനപ്പെട്ട ഒരു മിനറലാണ്. ഈ ഹോമോഗ്ലോബിനാണ് ബ്ലഡ് വഴി ഓക്സിജൻ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നത്. അയേൺ ശരിയായ രീതിയിൽ ലഭിച്ചാൽ കുഞ്ഞുങ്ങളുടെ ഹോമോഗ്ലോബിൻ ഫോർമുലേഷന് സഹായിച്ച് ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഓക്സിജൻ സപ്ലൈ ശരിയായിട്ട് നടക്കാനായിട്ട് സഹായിക്കും. ഇതിന് സിങ്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീര വളർച്ചയ്ക്കും ഇമ്മ്യൂണിറ്റി സപ്പോർട്ടിനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് കൂടിയാണ്. അതായത് വെയിറ്റ് ഗെയിന്, ഹെൽത്തി ആയിട്ടുള്ള ഹൈറ്റ്, ഇതിനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടൻസൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നീട് വന്ന മറ്റൊരു കണ്ടൻ്റാണ് ലോഡിൻ. ഇത് ഫോർമുല മിൽക്ക് തന്നെ എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ്. ഇതുമൂലം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും തൈറോയ്ഡ് ഹോർമോൺ എന്നിവ ബാലൻസിന് സഹായിക്കുന്ന പ്രധാന ഒരു മിനറലാണ്. ഈ ന്യൂട്രിയൻസ് കംപ്ലീറ്റും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിന്, ഇമ്മ്യൂണിറ്റി, ബോൺ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്തതായി നമുക്ക് ഓരോ സ്റ്റേജും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റേജ് 1 0 to 6 month വരെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഡ്യൂറേഷനിൽ നമ്മളിത് കൊടുക്കേണ്ടത് നമ്മുടെ മദേഴ്സിനൊക്കെ ബ്രസ്റ്റ് മിൽക്ക് ലഭിക്കാത്തപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. ശരിക്കും ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതിന് ഒരു സാഹചര്യവും ഇല്ലെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ എടുക്കേണ്ടത്. ഇനി ഫോർമുലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ഇമ്മ്യൂണിറ്റി സപ്പോർട്ട്, ഡൈജഷൻ ഫ്രണ്ടിലൊക്കെ ഒരുപാട് ലഭിക്കും. ചുരുക്കി പറഞ്ഞ സ്റ്റേജ് 1 നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചാ ഘട്ടത്തിനായി മാത്രമേ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇനി സിമിലാക്ക് സ്റ്റേജ് 2 നോക്കാം. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 6 to 12 month ആണ്. ഈ ഒരു സ്റ്റേജാണ് കോംപ്ലിമെൻ്ററി ഫീഡിങ് സമയത്ത് ഉപയോഗിക്കുന്നത്. നമ്മുടെ ബേബീസിൻ്റെ ഒക്കെ ഗ്രോത്ത് വരുന്നത് ആഫ്റ്റർ 6 month ശേഷമാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ മിൽക്കിൽ നിന്ന് മാത്രം ന്യൂട്രിയൻസ് ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻസൊക്കെ വരാറുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ കോംപ്ലിമെൻ്ററി ഫീഡിങ്ങിൻ്റെ കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ ഒരു ഫോർമുല നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഇത് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ബേബീസിനൊക്കെ ഭക്ഷണങ്ങളുടെ ഒരു പുതിയ ടേസ്റ്റിനും ടെക്സ്ചറിനൊക്കെ സ്ലോ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സ്റ്റേജാണ് കേട്ടോ നമ്മുടെ ബേബീസിൻ്റെ ഗ്രോത്ത് ടൈമിൽ ന്യൂട്രീഷനായിട്ട് സപ്പോർട്ട് നൽകുന്നത്. അതായത് നമ്മുടെ ബേബീസിൻ്റെ ബോൺ സപ്പോർട്ട്, ടീത്ത് ഫോർമേഷൻ, ഹൈറ്റ്, വെയിറ്റ്, മസിൽ ഡെവലപ്മെൻറ്റ്, ഫാസ്റ്റ് ഇൻക്രീസ്, കംപ്ലീറ്റ് ഹെൽത്ത് സപ്പോർട്ടൊക്കെ ഈ ഒരു സ്റ്റേജ് ലെവലിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത വരുന്നതാണ് സിമിലാക്ക് സ്റ്റേജ് 3. 12 month മുതൽ 24 month വരെയാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. ഇതാണ് കേട്ടോ ടോഡലർ സ്റ്റേജ്, അതായത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടൈം. ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങും, അതുപോലെ ഓടാൻ, കളിക്കാൻ, ഫിസിക്കൽ കംപ്ലീറ്റ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടൈം. ഈ ഒരു സമയത്ത് നമ്മുടെ ബേബീസിനൊക്കെ ന്യൂട്രീഷൻസ് വളരെ ആവശ്യമുള്ള ഒരു ടൈം കൂടിയാണ്. അത് നമ്മുടെ ഈ സിമിലാക്ക് പ്ലസിൽ നിന്ന് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ എക്സ്ട്രാ ന്യൂട്രിയൻസ് മിൽക്കും കൂടിയാണ് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബേബീസിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ഇമ്മ്യൂണിറ്റി സപ്പോർട്ട്, അതുപോലെ കംപ്ലീറ്റ് ബോഡി ഗ്രോത്ത്, ഇതൊക്കെ ഈ ഒരു സ്റ്റേജിലുള്ള ന്യൂട്രീഷൻസ് കൊണ്ട് സഹായകമാകും. ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ വന്നിട്ടുള്ള ഡിഫറൻസ്, അതിൻ്റെ ബെനിഫിറ്റ്സുകളും കാര്യങ്ങളും. ഇനി എങ്ങനെയാണ് നമ്മുടെ സിമിലാക്ക് ഫോർമുല ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം. ചില ഹൈജീൻ സ്റ്റെപ്പുകൾ വളരെ പ്രധാനമാണ് കേട്ടോ ഇതിന്. നമ്മുടെ കൈകളൊക്കെ എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫീഡിംഗ് ബോട്ടിൽ, നിപ്പിൾസ്, സ്പൂണ് എന്നിവയൊക്കെ നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള വെള്ളം ബോയിൽ ചെയ്തതിന് ശേഷം തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് ബോട്ടിലേക്ക് ആദ്യം വെള്ളമാണ് ഒഴിക്കേണ്ടത്. എന്നിട്ടാണ് പൗഡർ ആഡ് ചെയ്യേണ്ടത്. പൗഡർ ആഡ് ചെയ്യുമ്പോൾ പാക്കിലുള്ള മെഷർ സ്കൂപ്പ് മാത്രം ഉപയോഗിക്കണം. അതുപോലെ തന്നെ സ്കൂപ്പ് ലെവലായിട്ട് നിറച്ചതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക.
കൂടാതെ തന്നെ നമ്മുടെ ബോട്ടിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുന്നേ ടെമ്പറേച്ചർ മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഓരോ സ്റ്റേജിലും ഫീഡിങ് വളരെ വ്യത്യസ്തമാണ്. അത് ഫസ്റ്റ് സ്റ്റേജിൽ എങ്ങനെയാണ് വരുന്നത് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ബേബീസിനെ ഫീഡ് ചെയ്യേണ്ടത്. അതായത് 0 മന്ത് മുതൽ 2 വീക്സ് വരെ 60 ml വെള്ളത്തിലേക്ക് 2 സ്കൂപ്പാണ് പൗഡർ ആഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഡെയിലി 8 അല്ലെങ്കിൽ 10 പ്രാവശ്യം വരെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. പിന്നീടുള്ള 2 വീക്സ് മുതൽ 4 വീക്സ് വരെ 120 ml വെള്ളത്തിലേക്ക് 4 സ്കൂപ്പാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഡെയിലി 6 to 7 ടൈംസ് വരെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. പിന്നീട് 1 to 2 മന്ത്സ് വരെ നമുക്ക് 120 ml വെള്ളത്തിലേക്ക് 4 സ്കൂപ്പാണ് ആഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് 5 6 7 പ്രാവശ്യം നമുക്ക് ഫീഡ് ചെയ്യാം. പിന്നീട് ലാസ്റ്റ് 6 മന്ത് വരെ 180 ml വെള്ളത്തിലേക്ക് നമ്മൾ 6 സ്കൂപ്പാണ് ആഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഡെയിലി ഒരു 5 6 പ്രാവശ്യമൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടത്. ഇനി സെക്കൻഡ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ 6 to 12 മന്ത്സ് വരെ കേട്ടോ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. അതിൽ 150 ml നമ്മൾ 6 സ്കൂപ്പാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് 4 പ്രാവശ്യം ഫീഡ് ചെയ്താലും മതി. ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സോളിഡ് ഫുഡ്സ് കൂടി ആരംഭിക്കുന്നതിനാൽ ഫോർമുല മിൽക്ക് സപ്ലിമെൻ്ററി ന്യൂട്രീഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലുള്ള സ്റ്റേജ് 3 നോക്കുകയാണെങ്കിൽ 12 to 24 മന്ത്സ് വരെ കേട്ടോ. അതിൽ നമ്മൾ 150 ml വെള്ളത്തിലേക്ക് 6 സ്കൂപ്പാണ് പൗഡർ ആഡ് ചെയ്യേണ്ടത്. ഈ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് 3 പ്രാവശ്യമൊക്കെ ഫീഡ് ചെയ്താൽ മതി. ഓവറായിട്ട് നമുക്ക് കൂടുതലൊന്നും ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് നമ്മുടെ കുഞ്ഞിന് ഓൾറെഡി ന്യൂട്രീഷൻസ് ഒക്കെ മറ്റ് ഫുഡുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് നോർമലായിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ ഫോർമുല മിൽക്ക് കുഞ്ഞിൻ്റെ ഡെയിലി ന്യൂട്രീഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നീട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ മസ്റ്റായിട്ടും നമ്മുടെ പൗഡറിൻ്റെ മെഷറിംഗ് സ്കൂപ്പ് മാറ്റരുത്. പിന്നെ ഓരോ ഫീഡും ഫ്രഷ് ആയി തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ ബോട്ടിലുള്ള ലെഫ്റ്റ് ഓവർ മിൽക്ക് ഒരിക്കലും യൂസ് ആക്കരുത്. ഇത് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. കൂടാതെ തന്നെ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് അനുസരിച്ച് മാത്രം ഫോർമുല മിൽക്ക് ഉപയോഗിക്കണം. കൂടാതെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡാണ് കേട്ടോ നല്ലത്. പിന്നീട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സിമിലാക്ക് ഫോർമുല ഫീഡിംഗ് മെത്തേഡ് കുഞ്ഞിൻ്റെ ഏജ് അനുസരിച്ച് വാട്ടർ പൗഡർ മെഷർമെൻ്റ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും സിമിലാക്കിനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത്തരം ബേബി കെയർ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ മൈ വാച്ചിങ് വീഡിയോ.